30,000 വിലയുള്ള ഒരു പ്ലാന്റാണ്. ഇതാണ് ഫയർ ഒപ്പാൽ എന്ന് പറയുന്ന ഇനം. നമ്മൾ ഓറഞ്ച് കളർ എന്ന് പറയും. ഇതിൻ്റെ ID യഥാർത്ഥത്തിൽ ഫയർ ഒപ്പാലാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ്. പീച്ച് കളർ എന്ന് പറയും. നമ്മുടെ ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് പീച്ച്. ഇത് ഇവിടുത്തെ ഏറ്റവും ഒരു വലിയ പ്ലാന്റാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ തടിക്ക് ഏകദേശം 80-90 വർഷം പ്രായമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൺറൈസ് വൈറ്റ്, ഇത് ഫുള്ള് ഫ്ലവർ ആയിട്ടില്ല. ഫുള്ള് ഫ്ലവർ ആയ ഏകദേശം മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന പോലെ കാണപ്പെടുന്നല്ല. ഇതാണ് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു ഇനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഒരു കുങ്കുമ കളർ എന്നൊക്കെ നമുക്ക് നാടൻ ഭാഷയിൽ പറയാവുന്നതാണ്. എൻ്റെ പേര് ശ്യാമ എന്നാണ്. ഇതെന്ന് വെച്ചാൽ കഞ്ഞിക്കുഴി, ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലെ ഒരു ബൊഗൈൻവില്ല നഴ്സറിയാണ് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു 500 രൂപ മുതലുള്ള ചെറിയ തൈകൾ മുതൽ ഇവിടെ ലഭ്യമാണ്. എല്ലാം ഹൈബ്രിഡ് ഇനങ്ങളാണ്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് കൂടുതലുള്ളത്. മൾട്ടി ഗ്രാഫ്റ്റഡ് ആണ്, അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇത് പല ഇനങ്ങളാണ്. ബൊഗൈൻവില്ല തന്നെ പല നിറത്തിലുള്ള ഇതാണ് കാണുന്നത്. അതായത് വൈറ്റ് ഉണ്ട്, ലാവൻഡർ ഉണ്ട്, റെഡ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ചില്ലി റെഡ് ഉണ്ടാവും, ചില്ലി റെഡ് ഉണ്ട്, ഫ്ലെയിം റെഡ്. അതുപോലെ തന്നെ വൈറ്റ് തന്നെ നമ്മൾ സാധാരണ കാണുന്ന വൈറ്റ് അല്ല, ഇത് സൺറൈസ് വൈറ്റ് എന്ന ഒരു പ്രത്യേക ഇനമാണ്. ഇതാകുമ്പോൾ ഒരു ചില്ലി ഐസ്ക്രീം എന്ന ഇനമാണിത്. ഒരു വൈറ്റും റോസും കൂടെ കലർന്ന ഒരു ഇനമാണ് ഇത്. അതായത് ഓരോ ഇനത്തിനും ഓരോ പേരുണ്ട്, അതാണ് ഇത് പറയുന്നത്. ഇതാകുമ്പം ഇതിന് പറയുന്നത് ഫയർ ഒപ്പാൽ എന്നാണ്. ഈ ഓറഞ്ച് കളറ് ഇതെല്ലാം ചില്ലി വെറൈറ്റിയാണ്. ഇത് ചില്ലി യെല്ലോ ഇനങ്ങളാണ് കാണുന്നത്. ഇത് റൂബി റെഡ് എന്ന് പറയും. ഇത് ഇവിടുത്തെ ഏറ്റവും ഒരു വലിയ പ്ലാന്റാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ തടിക്ക് ഏകദേശം 80-90 വർഷം പ്രായമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കണ്ടോ, റൂബി റെഡ്, ഫ്ലെയിം റെഡ്, വൈറ്റ് തുടങ്ങിയ ഇനങ്ങളാണ് ഉള്ളത്. ഇതെന്താ മുഴുവൻ പൂവായിട്ട് നിൽക്കുവാണ്. ഇപ്പോൾ ലീഫൊന്നും കാണാൻ പറ്റാത്ത തരത്തിൽ പൂ നിൽക്കുവാണ്. സൺറൈസ് വൈറ്റ്, ഇത് ഫുള്ള് ഫ്ലവർ ആയിട്ടില്ല. ഫുള്ള് ഫ്ലവർ ആയ ഏകദേശം മഞ്ഞ് പൊതിഞ്ഞിരിക്കുന്ന പോലെ കാണപ്പെടും. നല്ല തിക്കായിട്ട് കാണപ്പെടുന്ന ഒരു ഇനമാണ് സൺറൈസ് വൈറ്റ് എന്ന് വെച്ചാൽ നല്ല പ്യുവർ വൈറ്റാണ്. നമ്മൾ സാധാരണ കാണപ്പെടുന്ന ഒരു വൈറ്റ് അല്ല ഇത്. നല്ല ഭംഗിയാണ്. ഇനി ഇതിൻ്റെ ലീഫൊന്നും കാണാത്ത തരത്തിൽ തിക്കായിട്ട് പൂ വരും. ഇതാണ് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു ഇനമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഒരു കുങ്കുമ കളർ എന്നൊക്കെ നമുക്ക് നാടൻ ഭാഷയിൽ പറയാവുന്നതാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ഉണ്ട്. നല്ലൊരു പ്ലാന്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാണിത്. വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ഇത് നമുക്ക് തന്നെ ബഡ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരുപാട് കട്ടിങ്സ് ഇതിൽ നിന്ന് എടുക്കാം. അതാണ് ഇതിൽ ഏറ്റവും ഉപകാരപ്രദം. നമ്മളിങ്ങനെ ഒരു പ്ലാന്റ് കൊടുക്കുമ്പോൾ തന്നെ അറിയാവുന്നവർക്കാണെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ച് ഒരുപാട് തൈകൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഒരു ഇനമാണിത്. ഇത് നമ്മളൊരു സിംഗിൾ കളർ പ്ലാന്റാണ്. റൂബി റെഡ് മാത്രം ചെയ്തിരിക്കുന്ന എങ്കിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണിത്. ഇതിൻ്റെ തൈകളും ഉണ്ട്. 30,000 വിലയുള്ള ഒരു പ്ലാന്റാണ്. നമുക്ക് കൂടുതലും വലിയ പ്ലാന്റുകൾ കൂടുതലും റിസോർട്ട് പർപ്പസിനും അതുപോലെ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന വീടുകളിലേക്കുമൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഒരുപാട് പേര് വലിയ പ്ലാന്റ് അന്വേഷിച്ചെത്താറുണ്ട്. ഇതൊരു 80 വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് ആ വീട്ടുകാർ, അതായത് നമുക്ക് തടി തന്ന വീട്ടുകാർ പറയുന്നത്. മദർ പ്ലാന്റിന് ഇത് വേര് പിടിപ്പിച്ചെടുക്കുന്നതിനാണ് നമുക്ക് കാലതാമസിക്കുന്നത്. നമ്മളിത് വേര് പിടിപ്പിച്ച ഒരു രൂപത്തിൽ എടുക്കാൻ ഒരു 6 മാസം, 1 വർഷ കാലയളവ് നന്നായിട്ട് വേര് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരുവത്തിലൊരു ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. പരിചരിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് സൺലൈറ്റാണ്. ഒരു 2-3 മണിക്കൂർ അത്യാവശ്യം സൺലൈറ്റ് കൊള്ളുന്ന ഇടമായിരിക്കണം ബൊഗൈൻവില്ല പൂക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം സൺലൈറ്റ് തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ വെള്ളം എന്ന് വെച്ചാൽ മറ്റ് ചെടികളെ അപേക്ഷിച്ച് വളരെ കുറച്ച് മതി. വെള്ളം ഒരു നേരം നനച്ചാലും മതി. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ പ്രത്യേകം നമ്മൾ റോസിനും ഓർക്കിഡ്സിനും ഒക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സാധാരണ നമ്മൾ പൂവിലും ലീഫിലും ഒക്കെ വെള്ളം ഒഴിക്കാറുണ്ട്. പക്ഷെ അതുപോലെ ബൊഗൈൻവില്ലകളിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം ഒഴിച്ചാലെന്ന് വെച്ചാൽ അതിൻ്റെ
ലീഫ് കൂടും, പിന്നെ പൂ നന്നായിട്ട് കുറയും. ഇതാണ് ഫയർ ഒപ്പാൽ എന്ന് പറയുന്ന ഇനം. നമ്മൾ ഓറഞ്ച് കളർ എന്ന് പറയും. ഇതിൻ്റെ ഐഡി യഥാർത്ഥത്തിൽ ഫയർ ഒപ്പാലാണ്. ഇത് ഫ്ലെയിം ഒപ്പാലും എന്നൊക്കെ പറയാറുണ്ട്. അതായത് സൂര്യൻ ഉദിച്ച് വരുന്ന പോലെ നിൽക്കുവാണിത്. നല്ല സൺലൈറ്റ് ഉള്ളപ്പോൾ ഇത് കാണാൻ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു നിറവാണ്. ഇതിൻ്റെ തൈകളും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സും ബിഗ് പ്ലാന്റ്സും ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇനമാണ് ഫയർ ഒപ്പാൽ. ഈ പ്ലാന്റ് ഒക്കെ പ്രധാനമായിട്ടും റിസോർട്ടും നേരത്തെ പറഞ്ഞ പോലെ ഫിലിം ഷൂട്ട്സ് ഒക്കെ നടക്കുന്ന വീടുകളിലൊക്കെയാണ് പോകുന്നത്. ഈ ഇനമാണ് ഫ്ലെയിം റെഡ് എന്ന് പറയുന്നത്. ഇത് ഫയർ ഒപ്പാൽ, സൺറൈസ് വൈറ്റ്. ഇത് മിസ് വേൾഡ് എന്ന് പറയും. ഇത് ആദ്യം വൈറ്റാണ്, വൈറ്റ് പൂവാണിത് കാണുന്നത്. പിന്നെ പതുക്കെ പതുക്കെ ഇത് റോസ് നിറത്തിൽ വരികയും പിന്നീട് ഫുൾ റോസ് നിറത്തിൽ വരുന്ന ഒരു ഇനമാണിത്. ഇതെല്ലാം കൂടെയാണ് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു വലിയ ബിഗ് ഒരു തടിയിലാണിത്, വലിയൊരു തടിയിലാണിത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നിറയെ പൂവായിട്ട് നിൽക്കുവാണ്. ഇത് ഹൈബ്രിഡ് ഇനങ്ങളല്ല, ഇത് നാടൻ, നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ ചെടികൾ ആദ്യമേ ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പരീക്ഷിച്ചതാണിതിൽ. പക്ഷെ നല്ല പൂവാണ്. പക്ഷെ നമ്മൾ ഹൈബ്രിഡ് ഇനം പോലെ പൂ അങ്ങനെ ഒരുപാട് എങ്കിലും നിൽക്കുന്നുണ്ട്. ഒരു 30 ദിവസത്തോളമെങ്കിലും പൂ നിൽക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു മഴയൊക്കെ വന്നാൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു ഇനമാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു ഭംഗി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല വെറൈറ്റി കളറാണ്. ഹസ്ബൻഡിൻ്റെ ഫാമിലി പ്രധാനമായിട്ടും കർഷക ഫാമിലിയാണ്. ഹസ്ബൻഡ് ഒരുപാട് കൃഷിയൊക്കെ ചെയ്തു വരുന്ന ആളാണ്. അതായിട്ട് അതൊരു വെറൈറ്റി ഫാമറാണെന്ന് തന്നെ പുള്ളിക്കാരനെ പറയാം. കാരണം കഞ്ഞിക്കുഴിയിൽ ആദ്യമായി ക്യാരറ്റ് വിപണി അടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഇതിനോട് ഒരു പാഷൻ ഉണ്ടാകുകയും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയും ഒക്കെ ചെയ്തത്. പിന്നെ എന്താണ് ചിന്തിച്ചത്, ഈ ഒരു തടിയിൽ തന്നെ പല കളറ് എങ്ങനെ ചെയ്യാമെന്ന ഒരു ചിന്ത ഉദിക്കുകയും അത് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇരുന്നത് കോവിഡിൻ്റെ സമയത്താണ് ഇത് സത്യത്തിൽ ചെയ്തു തുടങ്ങുന്നത്. പിന്നെ ഇത് നിറയെ പൂവായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ അത് കണ്ടപ്പോൾ എല്ലാവരും ഒത്തിരി ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്തുകൊണ്ടൊരു നഴ്സറി ആയിട്ട് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞ് അങ്ങനെ ഇത് നവംബർ മാസത്തിലാണ് ഞങ്ങൾ ഇത് നഴ്സറി ബൊഗൻവില്ല ഗാർഡൻ എന്ന പേരിൽ നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഇത് വീടിനോട് ചേർന്നുള്ള ഒരു നഴ്സറിയാണ്. ഒരു ഗാന്ധി സ്മാരകത്തിനടുത്തായിട്ട് ഒരു വീട് റെൻ്റ് എടുത്ത് അവിടെയും ഞങ്ങൾ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ഹൈവേ പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ ഉള്ളവർക്കും സുലഭമായിട്ട് വന്ന് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് മിഡിൽ ക്ലാസ്സിനും സാധാരണക്കാർക്കും ഉൾപ്പെടെയുള്ള ഒരു റേറ്റാണ് ഇവിടെ ഉള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് പീച്ച് കളർ എന്ന് പറയും. നമ്മുടെ ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് പീച്ച്. ഈ പീച്ചും വൈറ്റും കൂടെ ചേർന്നുള്ള കോമ്പിനേഷൻ അതിമനോഹരമാണ്. പീച്ച് നമ്മൾ റെയറായിട്ടേ ബൊഗൈൻവില്ല കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ആവശ്യക്കാരും ഏറെയുണ്ട്. നമുക്ക് പീച്ച് സിംഗിൾ കളറുണ്ട്. ഇതൊക്കെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഫയർ ഒപ്പാൽ, അതായത് ഓറഞ്ച് കളറിൻ്റെ തൈകളെന്ന് പറയുന്നത്. നിറയെ പൂവിട്ട് നിൽക്കുവാണ്. ഇത് തിക്കായിട്ട് പൂവുണ്ടാകുന്ന ഇനമാണ്. ഒത്തിരി പേര് ഇതിൻ്റെ തൈകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് പകുതിയോളം തീർന്നിരിക്കുവാണ്. ഇത് തന്നെ നമുക്ക് റെഡ് കളറുണ്ട്, വൈറ്റ്, ഇതൊക്കെയുണ്ട് ഇവിടെ സുലഭമാണ്. വലുതായി കഴിയുമ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് ബുഷായിട്ട് നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ അത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അല്ലാതെ ഇപ്പം മതിലിനോടൊക്കെ വളർത്താനാണ് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ അത് പൊക്കത്തോട്ട് കട്ട് ചെയ്യാതെ പൊക്കത്തോട്ട് പടർന്ന് കയറിക്കോളും. ഏത് രൂപത്തിൽ വേണമെങ്കിലും ബൊഗൈൻവില്ല ചെയ്തെടുക്കാവുന്നതാണ്. ബൊഗൈൻവില്ല സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഇലച്ചെടികളൊക്കെ ഹാങ്ങിങ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് നമുക്ക് ബൊഗൈൻവില്ലകളും ഹാങ് ചെയ്യാം. നമുക്ക് ഈ കളറും ഉണ്ട്, ഒരു റെഡ് കളറും ഉണ്ട്. റെഡ് കൂടുതലും സെയിൽ ഔട്ടായി, ഇതിൽ 1-2 കിടപ്പുണ്ട്. ഇതെന്ന് വെച്ചാൽ നമുക്ക് ബൊഗൈൻവില്ലകളെല്ലാം ഹാങ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ ഹാങ്ങായിട്ട് തൂങ്ങിക്കിടക്കുന്ന പടർന്നു വരും വളരും. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയോ അതുപോലെ ചുറ്റിക്കെട്ടുകയോ ആ ഒരു ഹാങ്ങിങ് പരുവത്തിലാക്കി എടുക്കണം. എല്ലാ ഇനങ്ങളും ബൊഗൻവില്ല എല്ലാ ഇനങ്ങളും ഹാങ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇതുപോലെ വരുന്ന ഇനങ്ങളെ ഹാങ് ചെയ്യാൻ പറ്റത്തുള്ളൂ.